എന്നിട്ടാണ് പറഞ്ഞത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടില്ല, നിങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചോളി, മരിക്കോളം ബോധ്യപ്പെടില്ല. തേനോ ഇതേ ചോദ്യം അവിടെ ചോദിച്ചൂടെ? ഖുർആനിലുള്ള പറഞ്ഞ ഫീ ഷിഫാഉൽ ലിന്നാസ്. ഇന്നെന്തേ സലാം സ്വലമിക്ക് പറഞ്ഞത്? എന്തിനാ ഹോസ്പിറ്റൽ, എന്തിനാ ആയുർവേദം, എന്തിനാ ഹോമിയോ, തേൻ കൊടുത്താൽ പോലെ എന്താ ചോദിക്കാതെ? ഖുർആനിലുണ്ട്. കുറച്ച് ഞാൻ ചോദിക്കും. ഈ പരപ്രങ്ങാടി വന്നിട്ട് കരിമ്പിലാക്കി പറഞ്ഞ എന്തറിയോ? തേന് ഷിഫണ്ട് അംഗീകരിച്ചത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞോണ്ടെന്നല്ല, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞോണ്ട് അംഗീകരിക്കുന്നു എന്നല്ല പറഞ്ഞത്, പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കുന്നതാ. കേട്ടോ നിങ്ങൾ അദ്ദേഹം പറഞ്ഞത്. തേന് അതിനെക്കുറിച്ച് പരീക്ഷ നടന്നിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ട് തേനിലെ ഷിഫണ്ട്. പക്ഷേ എല്ലാ രോഗത്തിനും ഷിഫ പറ്റില്ല. അതിൽ ഒരു തരം ഷിഫയുണ്ട്, ഫീ ഷിഫാഉൽ ലിന്നാസ്. ഒരു തരം ഷിഫണ്ടല്ലേ, അത് ഏത് രോഗങ്ങൾക്കുള്ള ഷിഫയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. കണ്ടോ, ഇത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ട്, പക്ഷേ ഏതിനൊക്കെ അത് നമ്മൾ കണ്ടെത്തണം എന്നാ. എന്താ പോലൊക്കെ കുരുട്ട് ബുദ്ധി. അല്ല അമാനി പറഞ്ഞ് തൊലിക്കട്ടി അധികമുള്ള ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചോ അള്ളാഹ് പറഞ്ഞ ഇനി വേറെ പരീക്ഷിക്കാൻ, നീ തേൻ കുടിച്ചോ ആ രോഗം മാറിയില്ല, എന്നാലോ അള്ളാഹ് പറഞ്ഞ് ശരിയല്ല, മനസ്സിലാക്കുക. നബി മുമ്പ് ഒരു സ്വഹാബി വന്നു, നബി എൻ്റെ സഹോദരന് വയറിന് സുഖമില്ല, വല്ലാണ്ട് വയറ് ലൂസായി പോവുകയാണ്. നബി തേൻ കുടിപ്പിച്ചു. തേൻ കുടിച്ച് വയറ്റ് നോക്കി കൂടി. നബിലാക്കാൻ അപ്പം പറയാ കേട്ടോ, ഈ നബി അല്ല. ഈ സഹോദരൻ പിന്നെയും വന്നു, നബിയെ ഞാൻ തേൻ കുടിപ്പിച്ചു, ഫലം നബിയെ വയറെന്നുള്ള ലൂസ് മോഷൻ കൂടി വരിക, നബിയെ ആശ്വാസമൊന്നുമില്ല. നബി തേൻ കൊടുക്കുകയാണ്. തേൻ കൊടുത്തു, പിന്നെയും കൂടെ രോഗം കുറയുന്നില്ല. പിന്നെയും വന്നു, നബിയെ വീണ്ടും കൊടുത്തു, കുറയുന്നില്ല. മൂന്നാമത് നബി ഞങ്ങൾ തേൻ കൊടുക്കുകയാണ്. തേൻ കൊടുത്ത് അല്ലാഹ് പറഞ്ഞ ഫീ ഷിഫാഉൽ ലിന്നാസ് കൊടുത്തു, മാറുന്നില്ല. പിന്നെയും വന്നു, നബി നിങ്ങൾ കൊണ്ടുവരാൻ പോലെയാണ്. കൊണ്ടുവന്നു, നബി ഞങ്ങൾ തേൻ എടുത്തു, ആണ് കൊടുത്ത് കുടിച്ചു, ഒരു രോഗം മാറി. നബി ഞങ്ങൾ പറഞ്ഞു സ്വദഖല്ലാഹ് വകദബ ബത്നു അഖീക്. അല്ലാഹ് പറഞ്ഞ സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറിനാണ് കുഴപ്പം. കണ്ടോ, അപ്പൊ ഖുർആനിൽ വന്നു, ഹദീസിൽ വന്നു, പരീക്ഷിച്ച് പരാജയപ്പെട്ടു. എന്താ നബി പറഞ്ഞത്? സ്വദഖല്ലാഹ്. അല്ലാഹ് പറഞ്ഞ സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറിന് വേറെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് യാശാത്തില്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ നിലപാട്. അല്ലാണ്ട് ഒക്കെ ടെസ്റ്റ് ചെയ്യട്ടെ എന്നല്ല. നീ തേനിന്റെ കണ്ടന്റും തേനിന്റെ ടെസ്റ്റൊക്കെ എന്നാ തുടങ്ങിയത്? അതിന് മുമ്പുള്ള മുസ്ലിമീങ്ങളും ഇത് അംഗീകരിച്ചിട്ടില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇവരെ ഖുർആനെയും തള്ളുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവർ മൻഹജ്